നമുക്കറിയാം, ആഗോളവത്കരണത്തിന്റെയും സാങ്കേതിക വിദ്യകളുടെയും അതിനൂതനമായ വിദ്യകളിലൂടെ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന് ഒരു പുനർനിർമ്മാണത്തിന്റെ ആവശ്യകതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. ഈ രാജ്യത്തിന്റെ സമ്പത്തായ ഈ സമൂഹത്തിന്റെ നെടുന്തൂണുകളാവേണ്ട നമ്മുടെ യുവസുഹൃത്തുക്കൾ, വിദ്യാർത്ഥി സമൂഹങ്ങൾ ആരുടെയൊക്കെയോ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ വഴിയിൽ ആരുടെയൊക്കെയോ എന്തെല്ലാം ഗൂഢാലോചനകൾക്ക് പിന്നിൽ ഒരു അടിമകളായിക്കൊണ്ട് തികച്ചും സാമൂഹിക മേഖലകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റു സകലമാന തിന്മകളുടെയും ഏജന്റുമാരായിക്കൊണ്ട്, അവരുടെ പാവകളായിക്കൊണ്ട് ഈ സമൂഹത്തിൽ വിപ്ലവം സൃഷ്ടിക്കേണ്ട യുവത മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിലും ചെച്നിയയിലും അതുപോലെയുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ വേണ്ട, ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന്റെ താഴ്വാരങ്ങളിൽ ഒരു കാലത്ത് കേട്ടുകൊണ്ടിരുന്ന തീവ്രവാദം, ഈ തീവ്രവാദവും ഭീകരവാദവും ഈ രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ സംസ്കാരത്തിന്റെ പുനഃസൃഷ്ടിപ്പുകൾ വന്നുകൊണ്ടിരുന്ന നമ്മുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇന്ന് തീവ്രവാദത്തിന്റെയും വർഗീയ ഫാസിസത്തിന്റെയും വേരുകൾ എത്തിയിട്ടില്ലേ എന്നുള്ള ഭീതിതമായിട്ടുള്ള ഒരവസ്ഥ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാര്യം എടുത്തു നോക്കുക. ക്യാമ്പസുകളിൽ നിന്ന് വിപ്ലവം ജ്വലിക്കേണ്ടിരുന്ന ക്യാമ്പസുകളിൽ നിന്ന് അപ്രപാളികളിലെ അഭിനേതാക്കളെ അനുകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഈ സമൂഹത്തിൽ നിന്ന് ധാർമ്മിക ബോധമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം ഈ രാജ്യത്ത് വളർന്നു വന്നാൽ മാത്രമേ ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിനും ഈ രാഷ്ട്രത്തിന്റെ മത സാമൂഹിക സൗഹാർദ്ദം ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരുവാനും ഇനി ഒരു ധാർമ്മിക മൂല്യബോധമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം, യുവസമൂഹത്തിന്റെ പുനഃസൃഷ്ടിപ്പ് ആവശ്യമാണ്. ഈ ആവശ്യമാണ്, ഈ വെല്ലുവിളിയാണ് ആർജവത്തോടുകൂടി കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ധാർമ്മിക ബോധമുള്ള, മതപരമായിക്കൊണ്ടും ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെയും നടക്കുന്ന ഇരുവിഭാഗങ്ങളിലൂടെ രണ്ട് വിഭാഗങ്ങളായി പരസ്പര ധ്രുവങ്ങളിൽ സഞ്ചരിച്ചിരുന്ന ഒരു സമൂഹത്തെ കോർത്തിണക്കിക്കൊണ്ട് മതഭൗതിക വിദ്യാർത്ഥി സമന്വയം സാധ്യമാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ SSF ചരിത്രം രചിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് SSF സെക്ടർ നിലങ്ങളിൽ സെക്ടർ സമ്മേളനങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിന്റെ ഒരു തല മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ ഓരോ ഗ്രാമാന്തരങ്ങളിലും SSFന്റെ സെക്ടർ സമ്മേളനങ്ങളുടെ പരസ്യവാചകങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കലുഷ നിലങ്ങളിൽ ധാർമ്മിക പ്രതിരോധം. അതെ, ഈ കുത്തഴിഞ്ഞ സമൂഹത്തിന്റെ മുന്നിൽ കലുഷിതമായ അക്രമ മേഖലകളിലും എല്ലാ തരത്തിലും കലുഷ്യമായ ഈ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ധാർമ്മിക പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് SSF അതിന്റെ സെക്ടർ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ സെക്ടർ സമ്മേളനം ഈ വരുന്ന ഡിസംബർ 31, ജനുവരി 1 തീയതികളിൽ മുടിക്കോടാണ് പരിപാടി അരങ്ങേറാൻ പോകുന്നത്. അതിന്റെ പ്രചാരണാർത്ഥം എല്ലാ സെക്ടറുകളിലും സ്നേഹസംഗമങ്ങൾ നടക്കുകയാണ്. നമുക്കിടയിൽ മതിലുകൾ തീർക്കുന്നതാര് എന്ന ശീർഷകത്തിലാണ് സ്നേഹസംഗമങ്ങൾ അരങ്ങേറുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നാം ഇവിടെ ഇന്ന് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ ജിഫ്രി കുണ്ടൂർ അവറുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പന്തല്ലൂരിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകുന്ന, സാമൂഹിക രംഗങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോസ് കുനറ്റുകര, അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.
അതുപോലെ തന്നെ MP ഹംസാക്ക, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ വാസുദേവക്കുറുപ്പ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ അബൂബക്കറാക്ക, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ മണികണ്ഠൻ, അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിലും കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഫാദർ മിൽട്ടൺ മുരിങ്ങാശ്ശേരി, അദ്ദേഹത്തിന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ശ്രീ സലീം ഹാജി, അദ്ദേഹം കുറച്ച് വൈകിയാണെങ്കിലും എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിലും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ SYSന്റെ മേഖലാ സെക്രട്ടറി ശ്രീ CM സിദ്ധി, അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ വിഷയാവതരണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഷമീർ പുല്ലൂർ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.